പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം കുർബാനയനുഭവ ധ്യാനത്തിൻ്റെ 35-ാം ദിവസത്തേക്ക് പ്രവേശിക്കാം. ഇന്നലെ നാം കണ്ടത് കാറസ്വസ പ്രാർത്ഥനയുടെ അവസാന ശുശ്രൂഷ ചെല്ലുന്ന പ്രാർത്ഥനയിലൂടെ ഹൈക്കലയിൽ നിന്നും നമ്മുടെ മദ്ബഹായിലേക്ക് പ്രവേശിക്കുകയാണ്. മദ്ബഹായുടെ വിശുദ്ധിക്ക് ചേർന്ന വിശുദ്ധ വിചാരങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് വേണം നാം ഇനി കുർബാനയിൽ പങ്കെടുക്കാൻ. കാറസ്വസ പ്രാർത്ഥനയുടെ അവസാനം അച്ഛൻ ഒരു സമാപന പ്രാർത്ഥന ചൊല്ലിയ ശേഷം ആൾത്താരിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ വചന ശുശ്രൂഷ അവസാനിച്ചു. കുർബാനയുടെ 7 ഭാഗങ്ങളിൽ 2 ഭാഗങ്ങൾ മാത്രമാണ് ഇതുവരെയും നാം പഠിച്ചത്. ആദ്യത്തെ ആമുഖ ശുശ്രൂഷയും രണ്ടാമത്തെ വചന ശുശ്രൂഷയും. ഇന്ന് നമ്മൾ ഒരുക്ക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനാമുഖമായിട്ട് കാറോസസായുടെ സമയത്ത് വൈദികൻ അപ്പവും മീഞ്ഞും ഒരുക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുവെന്നാണ് എൻ്റെ വിചാരം. കാസായിലേക്ക് വീഞ്ഞൊഴിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മിശിഹായുടെ കാസായിൽ അവിടുത്തെ അമൂല്യമായ രക്തമൊഴിക്കപ്പെടുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സത്യത്തിൽ അത് ഈശോയുടെ രക്തമായി മാറിയോ എന്നുള്ള സംശയമുണ്ടാകാം. ഒരിക്കൽ ഞാനതിൻ്റെ വിശദീകരണം പറഞ്ഞതായതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ കൂട്ടത്തിൽ അച്ഛൻ വീഞ്ഞ് നോട് ചേർത്ത് വെള്ളമൊഴിക്കുമ്പോൾ ചൊല്ലുന്ന ഹൃദയസ്പർശിയായൊരു പ്രാർത്ഥനയുണ്ട്. വീഞ്ഞ് വെള്ളത്തോടും വെള്ളം വീഞ്ഞിനോടും കലർത്തപ്പെടുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. ഞാൻ ഒരിക്കൽ പറഞ്ഞുവെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ദൈവം കരുണ കാണിച്ചതുകൊണ്ട് ഈ നിമിഷം ഞാൻ എന്നൊക്കെയാണോ ബലിയർപ്പിക്കുന്നത്, മിക്ക ദിവസങ്ങളിലും ആ സമയത്ത് കർത്താവേ, ഈ അവിടുത്തെ രക്തത്തിലേക്ക്, അവിടുത്തെ ദൈവിക പ്രകൃതിയിലേക്ക് എൻ്റെ മനുഷ്യപ്രകൃതിയെ, ആസക്തികൾ നിറഞ്ഞ എൻ്റെ മനുഷ്യപ്രകൃതിയുടെ പ്രതീകമായിട്ട് ഞാൻ ഈ വെള്ളം ചേർക്കുന്നുവെന്നും ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും മാനുഷികമായ ബലഹീനതകൾ കർത്താവെ ഇതിനോട് ചേർക്കുന്നുവെന്നും ഒരിക്കലെങ്കിലും ഞാൻ ഓർക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരുക്ക ശുശ്രൂഷയുടെ അടുത്ത ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ കർത്താവ് ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹാ കർത്താവിൻ തിരുമയും നിണവുമിത എന്ന് ജനം ആലപിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും കാഴ്ചവയ്പ്പ് ഗീതം ആലപിക്കുമ്പോൾ, അച്ഛൻ ഈ കാഴ്ചവയ്പ്പ് പ്രദക്ഷിണത്തിന് തൊട്ടു മുൻപാണ് കൈകൾ കഴുകുന്നുണ്ട്. കൈകൾ കഴിയുമ്പോൾ അച്ഛൻ ചൊല്ലുന്നത് എന്താണെന്നറിയാമോ? അച്ഛൻ ചൊല്ലുന്നത്, സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അതിൻ്റെ അനുഷ്ഠാനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിരലഗ്രങ്ങൾ മാത്രം വെള്ളത്തിൽ മുക്കിയാൽ മതി. കാരണം ഗൗരവമായ പാപങ്ങളല്ല, ലഘു പാപങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നിമിഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് താഴെ നിന്നുകൊണ്ട് നിങ്ങളുടെ അച്ഛനത് കൈകൾ കഴുകുന്നത് കാണാൻ പറ്റുമെങ്കിൽ അപ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് ഓർക്കുക, കർത്താവേ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എൻ്റെ കൊച്ചു പാപത്തിൻ്റെ കറകളൊക്കെ അച്ഛൻ ഈ ഇവിടെ കരങ്ങൾ കഴുകുമ്പോൾ അത് മായ്ക്കട്ടെ. കാരണം അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്, കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കിക്കളയട്ടെ എന്നാണ്. അങ്ങനെ കാഴ്ചവയ്പ്പ് പ്രദക്ഷിണം. സമൂഹം പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛന് കാഴ്ചവയ്പ്പ് പ്രദക്ഷിണം, അപ്പവും മീഞ്ഞും 3 വൈദികരുണ്ടെങ്കിൽ 2 വശത്തു നിന്നും എടുത്തുകൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരച്ഛന ആണെങ്കിൽ ഒറ്റയ്ക്ക് അത് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അത് ഈശോയുടെ പീഡാനുഭവ യാത്ര ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളും അതിൽ പങ്കുചേരണം പ്രിയപ്പെട്ടവരെ. ഇനി മുതൽ നമ്മുടെ ബാക്കിയുള്ള ചിന്തകളൊക്കെ മാറ്റി ഈശോയുടെ ആ പീഡാനുഭവ യാത്രയിൽ അമ്മയോടും ഭക്തസ്ത്രീകളോടും യോഹന്നാനോടുമൊക്കെ, അല്ലെങ്കിൽ അകലെ നിന്നുകൊണ്ട് അതിനെ അനുഗമിച്ച പത്രോസിനെയും ഒക്കെ നമ്മൾ കണ്ടുമുട്ടണം. അമ്മയെപ്പോലെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് വെക്കണം. ക്യൂരീൻകാരനായ സമയോനെ പോലെ, കർത്താവേ, നിന്റെ കുരിശ് താങ്ങിത്തരുവാൻ എന്നെയും കൂടി ചേർക്കണമേ. വേറൊന്നിക്കായെ പോലെ ആ സ്നേഹത്തൂവാല കൊണ്ട് മുഖം ഉപ്പിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ അച്ഛൻ കാസായും പീലാസായും കുരിശാകൃതിയിൽ ഉയർത്തുമ്പോൾ ഈശോയുടെ മരണം ഓർമ്മിക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അത് വീണ്ടും അച്ഛൻ താഴേക്ക് കൊണ്ടുവരുമ്പോൾ 3 പ്രാവശ്യം മുട്ടുന്നുണ്ട്. ചില ആത്മീയ പിതാക്കന്മാർ പറയുന്നത് ആ നിമിഷങ്ങളിൽ യേശുവിനെ ചുറ്റിക കൊണ്ട് അടിക്കുന്ന ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ കഴിയണം. അതൊരു പക്ഷെ നിങ്ങൾ താഴെ ദേവാലയത്തിൻ്റെ ഒത്തിരി താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അച്ഛനിങ്ങനെ 3 പ്രാവശ്യം പീലാസ കൊണ്ട് കാസായിൽ മുട്ടുന്നത് നിങ്ങൾ ഒരു പക്ഷെ കേൾക്കുന്നില്ലായിരിക്കും. നാളെയെങ്കിലും ശ്രദ്ധിക്കുക, അച്ഛനിങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പോൾ യേശുവിനെ ചുറ്റിക കൊണ്ട് അടിക്കുന്ന ആ ശബ്ദം, 3 നാൾ ഉത്ഥാനം ചെയ്ത സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവരാം. പ്രിയപ്പെട്ടവരെ, 3 ദിവസത്തെ സഹനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഓർമ്മിക്കാം. അതിനുശേഷം അച്ഛൻ ശോശപ്പ കൊണ്ട് മൂടുകയാണ്. ശോശപ്പ എന്തേ എന്നുള്ളത് അച്ഛൻ ഇട്ടിരിക്കുന്ന ആ തിരുവസ്ത്രത്തിൻ്റെ അതേ ഡിസൈനുള്ള ഒരു തുണി കൊണ്ട് മൂടുന്നത്. ശോശപ്പ എന്നുള്ള വാക്ക് ചിലർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
അത് എന്താണെന്നറിയാമോ? ഈ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒക്കെ ഓർമ്മയാണ്. സംസ്കരിക്കപ്പെട്ടതെല്ലാം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. നിന്റെ സങ്കടങ്ങളും, കുർബാനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ സങ്കടങ്ങളോ സഹനങ്ങളോ വേദനകളോ എന്തൊക്കെ നാം സമർപ്പിച്ചാലും അതൊക്കെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ നിരാശ പാടില്ല. പ്രത്യാശയോടുകൂടി വേണം നാം ആ ശുശ്രൂഷയിൽ പങ്കുചേരാൻ. അങ്ങനെ പ്രത്യാശയോടുകൂടി നമുക്ക് അതിൽ പങ്കുചേരാനായിട്ട് കഴിയണം. പിന്നീടാണ് അച്ഛൻ ശോശബ മാറ്റുന്നത്. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നീട് എന്താണെന്നറിയാമോ? അനുസ്മരണ ഗീതമാണ്. ഇവിടെ നമ്മൾ ഓർമ്മിക്കണം, നമ്മളെല്ലാം പങ്കുവെക്കണം. ശരീരം ജീവിതത്തിന്റെ പ്രതീകമാണെന്നും, ഈശോയുടെ ശരീരം നമ്മുടെ ജീവിതത്തിന്റെ പ്രതീകമാണെന്നും, ഈശോയുടെ രക്തം നമ്മുടെ സഹനത്തിന്റെ പ്രതീകമാണെന്നും ആത്മീയ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് നമ്മുടെ എല്ലാ സഹനങ്ങളെയും സമർപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഇത് നമ്മെ സഹായിക്കണം. അതിനുശേഷം അനുസ്മരണ ഗീതം ആരംഭിക്കുകയാണ്. ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ഞാൻ ആദ്യ ദിവസം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന സ്വർഗത്തിൻ്റെ ക്ഷണക്കാഴ്ചയാണ് കുർബാനയെന്ന്. എന്ന് പറഞ്ഞാൽ കുർബാന അർപ്പിക്കുമ്പോൾ അത് ഒരു ദൈവ കുടുംബ സംഗമമായിട്ട് നമ്മൾ കാണണം. ദൈവമാണ് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത്. പക്ഷേ അതിൽ പങ്കുചേരുന്നതാരാണ്? സ്വർഗവാസികൾ മുഴുവൻ പേരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് സീറോ മലബാർ സഭയിലെ കുർബാനയിൽ താതിനും അതുപോലെ ആത്മജനും ദിവ്യ റൂഹായ്ക്കും സ്തുതി എന്ന ഗാനം ആലപിക്കും. അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിലുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അഹങ്കാരം പറയുകയാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ എൻ്റെ പള്ളിയിൽ കുർബാന അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുർബാന അർപ്പിക്കുമ്പോൾ ദൈവമേ, പരിശുദ്ധ അമ്മ ഓരോ മകനെയും ഓരോ മകളെയും പോയി ഒന്ന് ആലിംഗനം ചെയ്യണം അല്ലെങ്കിൽ ചുംബിക്കണം. യേശുപിതാവിൻ്റെ വർഷമാണ്. നിങ്ങൾ പ്രത്യാശയോടുകൂടി ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയ യോസേപ്പിൻ്റെയും സ്മരണ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വിശുദ്ധ ഓർമ്മകൾ, ഇവ രണ്ടുപേരും നമ്മുടെ അടുത്തേക്ക് വന്ന് നിന്റെ സങ്കടങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, അതൊന്നും നമ്മൾ സത്യത്തിൽ അതൊന്നും ഓർക്കരുത്. പക്ഷേ അമ്മ യോസേപ്പിതാവും പ്രത്യേകമായിട്ട് നമ്മുടെ കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? ജനം മറുപടി പറയുമ്പോൾ ദൈവപുത്രന്റെ സ്ലീഹന്മാരെ, 12 സ്ലീഹന്മാർ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഏകജാതന്റെ സ്നേഹിതരെ എന്നാണ്. ആ സ്നേഹിതർ എന്ന് പറയുമ്പോൾ യേശുവിടെ എല്ലാ വിശുദ്ധന്മാരുടെ സ്നേഹിതരാണ്. അവരൊക്കെ സമാധാനമുണ്ടാകുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതാ ആ കുടുംബ സംഗമത്തിലേക്ക് അവരുടെ അംഗങ്ങൾ കൂടിക്കൂടി വരികയാണ്. എന്താണ് പറയുന്നത്? ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ. അപ്പൊ മാർത്തോമാ ശ്ലീഹ നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മുടെ ഭാവനയിൽ കാണണം. അവിടെ നമ്മുടെ രക്തസാക്ഷികളെ കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോൾ, ഞാനിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ പള്ളി സെന്റ് ജോർജ് പള്ളി ആയതുകൊണ്ട് ഗീവറീസുകൾ മിക്ക ദിവസങ്ങളിൽ എൻ്റെ ഓർമ്മയിലേക്ക് വരാറുണ്ട്. ഒരിക്കലും മറക്കാതെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന 2 രക്തസാക്ഷികളാണ് നമ്മുടെ സിസ്റ്റർ റാണി മരിയ. ഞാനവിടെ പോയത് കൊണ്ടായിരിക്കാം, പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള മരിയ ഗുരേത്തി. അപ്പോൾ ഈ വിശുദ്ധരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ബാക്കി എല്ലാ വിശുദ്ധരും, പ്രിയപ്പെട്ട കൊച്ചു ത്രേസ്യ പുണ്യവതി വരും, പാതിരി പിയോ പിതാവ് വരും, അൽഫോൻസാമ്മ വരും, മറിയം ത്രേസ്യ വരും. നിങ്ങൾ ഏതൊക്കെ വിശുദ്ധരിലാണോ മധ്യസ്ഥം പ്രത്യേകമായി യാചിക്കുന്നത്, നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെയൊക്കെ എന്നും നമുക്ക് ഓർമ്മിക്കാൻ കഴിയില്ല. മാറി മാറി ഇവരൊക്കെ നമ്മുടെ കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഈ വിശുദ്ധരാരെങ്കിലും ഒരു ദിവസമെങ്കിലും, നമ്മൾ വെറുതെ പലപ്പോഴും യാന്ത്രികമായിട്ടല്ലേ നിൽക്കാറുള്ളത്. ഈ പ്രാർത്ഥന ഇന്നും ഓർക്കാറില്ലല്ലോ. നാളെ അച്ഛനിത് പാടുകയോ അല്ലെങ്കിൽ ചൊല്ലുകയോ ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടടുത്തേക്ക് ഈ രക്തസാക്ഷികൾ ആരെങ്കിലും ഒരാൾ വരുന്നത്, നിങ്ങൾ എപ്പോഴും മധ്യസ്ഥം യാചിക്കുന്ന ഒരു വിശുദ്ധർ വരുന്നത്, ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ വരുന്നത്, മാർത്തോമാ ശ്ലീഹ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അമ്മ വന്ന് നിങ്ങളെ ചുംബിക്കുന്നത്, യേശുപിതാവ് വന്ന് നിങ്ങളെ ആലിംഗനം ചെയ്ത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ശക്തി തരുന്നത്. വിശ്വാസമില്ലാതെ വേദനിക്കുന്ന ആരെങ്കിലുമൊക്കെ ലോകത്തിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഒരു പ്രിയപ്പെട്ട അച്ഛനും ഒരു പ്രിയപ്പെട്ട സിസ്റ്ററും ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്ന് അവർ വേദനിക്കുമ്പോൾ അവർക്കൊരു പക്ഷേ ഈ ഹോളി വീക്ക്, ഈ ഈസ്റ്റർ, ഈ പെസഹ വ്യാഴാഴ്ച അവസാന ദിവസങ്ങളിലൊക്കെ അവരവിടെ ഏകാന്തതയിലായിരിക്കാം. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരും അടുത്താൽ നമുക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടാകും. അവരുടെ വിശ്വാസം കത്തിജ്വലിക്കാൻ വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരിക്കലും അടുപ്പുണ്ടാകാതെ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന് വിശ്വസിക്കുവാൻ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചത് കൊണ്ട് ദിവികാരുണ്യത്തിന് മുൻപിലിരുന്ന് ഒരു നിമിഷം ഓർമ്മിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ,
അതിനുശേഷം എന്താണ്? ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. മരിച്ചുപോയ എല്ലാ വിശ്വാസികളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും ഒക്കെ നമ്മുടെ കൂടെ കൂടുകയാണ്. അപ്പോൾ ഓർമ്മിക്കണം, സ്വർഗം മുഴുവനായി. കാരണം എന്താണ്? സ്വർഗം മുഴുവൻ ആ വിജയസഭ മുഴുവൻ നമ്മുടെ കൂടെയായി. ഈ ആദ്യത്തെ രണ്ട് പ്രാർത്ഥനകൾ ചൊല്ലിയപ്പോൾ, ഇപ്പോൾ മൂന്നാമത്തത് ചൊല്ലിയപ്പോൾ സഹന സഭയിലെ പ്രിയപ്പെട്ടവരും നമ്മുടെ കൂടെ കൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചവരെ നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഓർമ്മിക്കണം. ഏറ്റവും നല്ലത് ഈ മൂന്നാമത്തെ പ്രാർത്ഥന ചെല്ലുമ്പോഴാണ്. എനിക്ക് പരിചയമുള്ളൊരു അച്ഛൻ എല്ലാ ദിവസവും ഈ മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു പ്രത്യേക കുർബാന അർപ്പിക്കാറുണ്ട്. അച്ഛൻ ഒറ്റയ്ക്കാണ് ചെല്ലുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അത് ഫൗസ്റ്റിനാസിന്റെ ഡയറിയിലും മറിയം ത്രേസ്യയുടെ ഡയറിയിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവര് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് ദേവാലയത്തിൽ നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് അപ്പം തായേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചനോ അമ്മച്ചിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മകനോ മകളോ ആരുമായിക്കൊള്ളട്ടെ, മരണം മൂലം വേർപിരിഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ നമുക്കറിയില്ല. വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് വരെ അവർ സഹനത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. കുർബാനയില്ലാതെ അവർക്ക് ഒരിക്കലും സ്വർഗീയ അപ്പമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് അപ്പം തായേ എന്ന് പറഞ്ഞ് അവർ കരയുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഓർമ്മിക്കണം. ഞാൻ ഇത്രയും വികാരത്തോടു കൂടി പറഞ്ഞത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഒരു നിമിഷമെങ്കിലും ഓർക്കാതെ നമ്മൾ പോകരുത്. സീറോ മലബാർ സഭയിലെ ഒരു അലിഖിത പാരമ്പര്യം അനുസരിച്ച് ദേവാലയത്തിന്റെ മധ്യഭാഗത്ത് രണ്ടു വശത്തും ഒരു ഡിഫറൻറ്റ് കളറുള്ള കാർപ്പറ്റാണ് ഇടുന്നതെങ്കിൽ ഒന്ന് മധ്യഭാഗത്ത് ഒന്നുകിൽ ഇടുകയില്ല, അല്ലെങ്കിൽ വേറെ ഒരു പ്രത്യേക നിറമുള്ള കാർപ്പറ്റായിരിക്കും ഇടുന്നത്. പനങ്കരയിൽ അത് രക്തസാക്ഷികളുടെ സ്ഥലമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ സീറോ മലബാർ സഭയിലെ അലിഖിത പാരമ്പര്യത്തിൽ അത് മരിച്ചുപോയ ശുദ്ധീകരണത്തിലെ എല്ലാ ആത്മാക്കളുമുണ്ട്. പാദ്രി പിയോയുടെ കുർബാനയെ പങ്കെടുക്കാൻ 2 ലക്ഷം പേര് വരുന്നത് പറഞ്ഞപ്പോൾ ആ പാദ്രി പിയോ പറഞ്ഞതാണെന്ന് അറിയാമോ? നിങ്ങൾ 2 ലക്ഷം പേരെയാണ് കാണുന്നത്, പക്ഷെ ഞാൻ 4 ലക്ഷം പേരെ കാണുന്നുണ്ട്. കാരണം പാദ്രി പിയോയ്ക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ എല്ലാം തൻ്റെ ഉൾക്കണ്ണിൽ കാണാൻ കഴിയുമായിരുന്നു. ഞാൻ ഇത്രയും വികാരത്തോടു കൂടി പറഞ്ഞത്, എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ രക്തസാക്ഷികളെ ഓർക്കുന്നതോടൊപ്പം ശുദ്ധീകരണത്തിലെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു പ്രതിജ്ഞ കൂടി എടുക്കാൻ കഴിയണം. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. കർത്താവേ, ഇന്ന് ഈ കുർബാന അനുഭവ ധ്യാനത്തിലെ ഈ കാര്യങ്ങളെല്ലാം കേട്ട ഈ പ്രിയപ്പെട്ടവരെ എല്ലാം നിന്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. തിരുരക്തം കൊണ്ട് മുദ്ര ചെയ്യണമേ. അവരുടെ കുടുംബങ്ങളെയും അവരുടെ സന്യാസ ഭവനങ്ങളെയും ആശീർവദിക്കണമേ. ഈ ധ്യാനം പൂർത്തിയാക്കാനുള്ള അഭിഷേകം കൊടുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പാവനാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.